Hello guys and welcome back to Best Car Picks. കഴിഞ്ഞ വർഷം തന്നെ എന്നോടുകൂടി ഫോക്സ് വാഗൻ ഇവരുടെ സബ്ഫോമീറ്റർ വാഹനത്തിൻ്റെ ടീസേഴ്സൊക്കെ കാണിച്ചായിരുന്നു. ഇന്ത്യയിലല്ല, അങ്ങ് ബ്രസീലിൽ. കാരണം ഈ വാഹനം അവരിപ്പോൾ ഇറക്കിയിരിക്കുന്ന ബ്രസീലിലാണ്. ഇത് ഫോക്സ് വാഗൻ്റെ പുതിയ ടെറ എന്ന് പറഞ്ഞ ഒരു SUV ആണ്. ഇനി അവർ ഇറക്കാൻ പോകുന്നതിൽ ഏറ്റവും സൈസ് കുറഞ്ഞ, അതായത് ഒരു എൻട്രി ലെവൽ SUV എന്ന് തന്നെ പറയാം. ഇൻ്റർനാഷണലി ഫോക്സ് വാഗൻ അങ്ങനെ ടൈഗൂൺ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലൊന്നും കൊടുക്കുന്നില്ല. ബ്രസീലിൽ അവർക്കൊരു T-Cross ഉണ്ട്. അത് ആക്ച്വലി നമുക്ക് ഇന്ത്യയിൽ വരുന്ന ടൈഗൂണുമായിട്ട് വളരെ സിമിലർ ആണ്. ഡിസൈനൊക്കെ എടുക്കുകയാണെങ്കിൽ ഈവൻ ഇൻറ്റീരിയറിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഈ വണ്ടിയും ഏകദേശം അതുപോലെ തന്നെ ഇപ്പോൾ ബ്രസീലിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു വാഹനമാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം കംപ്ലീറ്റ്ലി ഡെവലപ്ഡും അതുപോലെ മാനുഫാക്ചറിങ് ചെയ്യുന്നതെല്ലാം ബ്രസീലിലാണ്. അല്ലാതെ ഇവിടെ മാനുഫാക്ചർ ചെയ്യുക അല്ലെങ്കിൽ വേറെ എവിടെയും മാനുഫാക്ചർ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഇത് ലാറ്റിൻ അമേരിക്കൻ മാർക്കറ്റും അതുപോലെ നമ്മുടെ ആഫ്രിക്കൻ മാർക്കറ്റിനൊക്കെ വേണ്ടി അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. പിന്നെ ഞാൻ എന്തിനാണ് ഇതിപ്പോൾ ഇവിടെ കാണിക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. നമുക്കറിയാം സ്കോഡ ഇന്ത്യയിൽ കൈലാക്ക് എന്ന് പറഞ്ഞ അവരുടെ പുതിയ സബ്ഫോമീറ്റർ വാഹനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷം ലാസ്റ്റോടു കൂടിയാണ് അവർ ഇറക്കിയത്. ആൻഡ് ഈ വർഷം എപ്പോഴേക്കും അതിൻ്റെ ഡെലിവറിയും സംഭവങ്ങളൊക്കെ അവരിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫോക്സ് വാഗനും അവരുടെ സബ്ഫോമീറ്റർ SUV ഇന്ത്യയിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കും എന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഈ വണ്ടി MQB A0 പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന MQB A0i എന്ന് പറയുന്ന ഇന്ത്യ സ്പെസിഫിക് പ്ലാറ്റ്ഫോമാണ്. MQB A0 എന്ന് പറയുന്ന അവരുടെ ഇൻ്റർനാഷണൽ സ്പെക്കിലുള്ള പോളോ ഒക്കെ വരുന്ന പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി എക്സാക്ട്ലി സബ്ഫോമീറ്റേഴ്സ് അല്ല, ഏകദേശം 4.1 മീറ്റേഴ്സിനടുത്തൊക്കെ തന്നെ ലെങ്ത് ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ഇൻ്റർനാഷണലി ഇപ്പോൾ ഉള്ള പോളോ പോലെ തന്നെ. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈൻ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ടൈഗണും അതുപോലെ ബ്രസീലിലും മറ്റ് മാർക്കറ്റ്സിലൊക്കെ കിട്ടുന്ന T-Cross എടുക്കാനാണെങ്കിൽ ഓൾമോസ്റ്റ് വളരെ സിമിലർ ആയിട്ടുള്ള ഡിസൈനിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കിനി ഇന്ത്യയിൽ കിട്ടാൻ പോകുന്ന ഫോക്സ് വാഗൻ്റെ പുതിയ SUVയുടെ ഡിസൈനും ഓൾമോസ്റ്റ് ഇങ്ങനെയായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമുക്ക് എന്തായാലും ജസ്റ്റ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനൊക്കെ ഒന്ന് നോക്കാം. ഫ്രണ്ട് പ്രൊഫൈൽ എടുക്കാനാണെങ്കിൽ ഇവരുടെ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ജനറേഷൻ ടിഗ്വാൻ ഉണ്ട്. അതുമായിട്ടൊക്കെ വളരെയധികം സിമിലർ ആയിട്ടുള്ളൊരു ഫ്രണ്ട് പ്രൊഫൈലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. LED ഹെഡ്ലൈറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ടോപ്പ് പോർഷനിലായിട്ട് DRLസും വരുന്നുണ്ട്. സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് ഒന്നും അല്ല, ഇപ്പോഴും ഫോക്സ് വാഗൻ ആ ഒരു പഴയ SUVയുടെ ഡിസൈൻ എന്താണോ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അല്ലാതെ സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് അല്ലെങ്കിൽ എല്ലാ ഹെഡ് ലാംപ്സും കൂടെ താഴത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ട്രെൻഡ് ആവുന്ന ഉപയോഗിച്ചിട്ടില്ല. ആൻഡ് ബമ്പറിലാണെങ്കിലും നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ താഴത്തെ പോർഷനിലായിട്ട് കാണാം, ഒരു ചെറിയ പോർഷനിൽ. ബാക്കിയൊക്കെ മാറ്റാണ്. ആൻഡ് നമുക്ക് ആ ഒരു കോൺട്രാസ്റ്റ് കാണാം അതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ, ആ ഒരു ബ്ലാക്കും അതുപോലെ ബോഡി കളറിൻ്റെയും ട്രീറ്റ്മെൻറ്റ്. പിന്നെ സൈഡ് ബോഡി ക്ലാഡിങ് അവർ ത്രോട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സൈഡ് പ്രൊഫൈൽ നോക്കാനാണെങ്കിലും നമുക്ക് ആ ഒരു A ആൻഡ് B പില്ലറിൽ ബ്ലാക്ക് ഡോട്ട് ഫിനിഷ് കാണാൻ പറ്റും. മിറേഴ്സും ഗ്ലോസി ബ്ലാക്കിലാണ് വരുന്നത്. A പില്ലർ ആക്ച്വലി മൊത്തം ഒരു ഗ്ലോസി ബ്ലാക്കിലാണ് വരുന്നത്. പക്ഷേ B പില്ലർ നമുക്ക് ബ്ലാക്ക് ഡൗട്ട്, അതായത് ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൻ്റെ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ അകത്ത് 17 ഇഞ്ച് അലോയ്സാണ് വരുന്നത്. ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ കൈലാക്കിൽ നമുക്ക് 17 ഇഞ്ച് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ വരുന്ന വാഹനത്തിലും 17 ഇഞ്ച് തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ ബാക്കിലത്തെ ഡോർ പാഡ്സ്, അതായത് ഡോർ ഹാൻഡിൽസ് C പില്ലറിൽ നിന്നല്ല വരുന്നത്, എല്ലാം കൺവെൻഷണൽ പൊസിഷനിൽ തന്നെയാണുള്ളത്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഈ വാഹനത്തിനകത്ത് ലെങ്ത് വരുന്ന 4.1 മീറ്റേഴ്സിനടുത്താണ്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും 4 മീറ്റേഴ്സിനടുത്തോട്ടായിട്ട് അത് അവർ കട്ട് ഷോട്ട് ചെയ്യും, കാരണം സബ്ഫോമീറ്റർ റോൾ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എക്സാക്ട്ലി ഈ സെയിം വണ്ടി ആയിരിക്കില്ല വരുന്നത്. ഓക്കെ, എന്തായാലും ഇതിൻ്റെ സൈഡ് പ്രൊഫൈലൊക്കെ അത്യാവശ്യം നല്ല ബൾക്കി, അതായത് നല്ലൊരു തടിയുള്ളൊരു ഷോൾഡർ ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഹിപ്പ് ഫോർമേഷൻ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഇച്ചിരി ചങ്കി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ബാക്കിലോട്ട് വരുമ്പോൾ കൊടുത്തിരിക്കുന്നത്. അതായത് ക്യാബിനധികം വെയ്ഡാക്കാതെ മൊത്തത്തിലുള്ള ഡിസൈനിൽ അവർ കുറച്ച് വിട്ട് കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയിരിക്കുന്നത്. പിന്നെ റൂഫ് റെയിൽസ് ഉണ്ട്. ഷാർക്ക് ഫിൻ ആൻഡിന് ഇത് കൊടുത്തിട്ടില്ല. ഇത് ബ്രസീൽ സ്പെക്ക് വണ്ടി ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടുന്നില്ല. നമ്മൾ ചില വണ്ടികളിലൊക്കെ ഇന്ത്യൻ സ്പെക്കും ബ്രസീൽ സ്പെക്കും എടുക്കുകയാണെങ്കിൽ ആക്ച്വലി അവിടെ ചില ഫീച്ചേഴ്സൊക്കെ കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് ലാറ്റിൻ അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും കമ്പനിയുടെ മാക്സിമം തരാറുണ്ട്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരാനാണെങ്കിൽ നമുക്ക് C പില്ലർ ആ ഒരു ബോഡി കളർ തീമിൽ തന്നെ കിട്ടുന്നുണ്ട്. ചെറിയൊരു സ്പോയിലർ അവർ കൊടുത്തിട്ടുണ്ട് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ. അതുപോലെ ടെയിൽ ലാംപ്സ് ആണെങ്കിലും ഫോക്സ് വാഗൻ്റെ ഇപ്പോഴത്തെ വാഹനങ്ങളൊക്കെ വരുന്ന പോലെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് അവർ എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ടൈഗണിലൊക്കെ അത് കാണാൻ പറ്റും. ആ സെയിം പാറ്റേൺ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് മെയിൻ ഹെഡ് ലാംപ്സ്, നമ്മുടെ ടെയിൽ ലാംപ്സ് വരുന്ന LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാണാനൊക്കെ അത്യാവശ്യം രസമുണ്ട്. എഗെയിൻ ഇവിടെയും നമുക്കങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. എല്ലാം ഒരൊറ്റ പോർഷനിൽ തന്നെയാണ് വരുന്നത്. കണക്റ്റഡ് ടെയിൽ ലാംപ്സ് എന്ന് പറഞ്ഞാലും അതിൻ്റെ നടുവിലുള്ള എലമെൻറ്റ് കണക്റ്റഡ് അല്ല. അതിൻ്റെ അകത്ത് ലൈറ്റ്സ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും അതുപോലെ തന്നെ റിയർ വൈപ്പർ, വാഷർ തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലും നമുക്ക് ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ചെറിയ പോർഷനിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ മാറ്റ് ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. ഓവറോൾ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. നമുക്കങ്ങനെ ഇതുവരെ നമ്മൾ എപ്പോഴും കണ്ട് ശീലിച്ചിട്ടുള്ള പുതിയ കോമ്പാക്ട് SUV പോലല്ല, കുറച്ചും കൂടെ ഒരു കൺവെൻഷണൽ ഡിസൈനൊക്കെ ഫോളോ ചെയ്യുന്ന പോലത്തെ ഒരു വാഹനമാണ്. ഏതായാലും ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിലേക്ക് വരാനാണെങ്കിൽ ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കറക്റ്റ് ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ ഏകദേശം നമ്മളിപ്പോഴത്തെ ഒരു ഫോക്സ് വാഗൻ വാഹനത്തിൽ കാണുന്ന പോലെ തന്നെയാണ്. അതായത് ഇപ്പോൾ വരുന്ന ടൈഗൺ എടുത്താലും അല്ലെങ്കിൽ നമ്മുടെ വെർട്ടസ് തുടങ്ങിയ വാഹനങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ലേഔട്ടാണ് അവർ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് AC കൺട്രോൾ പാനൽ വന്നിട്ടുണ്ട്. 10 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ നമുക്ക് ഇന്ത്യയിൽ വയർലെസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഇന്ത്യയിൽ അവർ ഉപയോഗിക്കുന്ന സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ക്രൂസ്
കൺട്രോൾ, സ്റ്റിയറിംഗ് മോണോ കൺട്രോൾസ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഒരു 10 ഇഞ്ച് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇന്ത്യയിലൊക്കെ നമ്മൾ മറ്റുള്ള ഫോക്സ്വാഗൻ വാഹനങ്ങളിൽ കണ്ട് പരിചയമുള്ള സംഭവം തന്നെയാണ് വരുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് കൈലാക്കിലുള്ള ഫീച്ചേഴ്സും കൂടി ഇതിനകത്ത് ക്യാരി ഓവർ ആവും എന്ന് മാത്രം. അതായത് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഫ്രണ്ട് 2 സീറ്റ്സ്, പിന്നെ ഇലക്ട്രിക് സൺറൂഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓട്ടോ ഡിമിംഗ് എയർ വീംസ് ആയിക്കോട്ടെ, ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിക്കോട്ടെ, വയർലെസ് ചാർജർ, അങ്ങനെ നമുക്ക് കൈലാക്കിൽ ആവശ്യത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. അതൊക്കെ എന്തായാലും ഈ വണ്ടിയിൽ അവൈലബിൾ ആയിരിക്കും. ഫോക്സ്വാഗൻ അതിലൊന്നും അങ്ങനെ കോസ്റ്റ് കട്ട് ചെയ്യാൻ പോകുന്നില്ല. ഈവൻ ഇതിൻ്റെ ഡോർ പാഡ്സ് ഒക്കെ നോക്കാനാണെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് ഇന്ത്യയിൽ കിട്ടുന്ന വണ്ടികൾ പോലൊക്കെ തന്നെയാണ് അതിൻ്റെയും ഒരു ഫിനിഷ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ട്രാൻസ്മിഷൻ ഓപ്ഷൻ, എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ പറയാനാണെങ്കിൽ ഇതുവരെ അവർ ബ്രസീൽ സ്പെക്ക് അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ ഉറപ്പായിട്ടും ഇന്ത്യയിലത്തെ കാര്യം നമുക്ക് കൺഫേം ആയിട്ട് തന്നെ പറയാം. നമ്മുടെ ഇപ്പോൾ കൈലാക്കിലും അതുപോലെ ടൈഗുണ അതുപോലെ വെർട്ടസിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം 1 ലിറ്റർ TSI തന്നെയായിരിക്കും ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്. ടർബോ ചാർജ്ഡ് എഞ്ചിനാണ് ബേസ് മോഡൽ പോലെ അത് തന്നെയായിരിക്കും അവർ കൊടുക്കുന്നത്. 115 PS പവറും 178 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ അകത്ത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കാണ് ഇവിടെ കിട്ടുന്നത്. ഇവർ ബ്രസീലിൽ ഇതിൻ്റെ ഒരു ഫ്ലെക്സ് ഫ്യൂൽ പവർഡ് ആയിട്ടുള്ള വേർഷൻ കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അത് ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. ഇപ്പം എന്തായാലും ഫോക്സ്വാഗൻ ഫ്ലെക്സ് ഫ്യൂൽ പവർഡ് ആയിട്ടുള്ള വണ്ടികളൊന്നും അങ്ങനെ ഇന്ത്യയിൽ കൊടുക്കുന്നില്ല. പിന്നെ ഈ സ്പെസിഫിക് വണ്ടിയുടെ സീറ്റ്സ് എടുക്കാനാണെങ്കിൽ ഫ്രണ്ടിൽ അവരങ്ങനെ അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ലേഔട്ടിലുള്ള പോലത്തെ സീറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. പക്ഷേ എന്തായാലും ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് എല്ലാം പ്രതീക്ഷിക്കാം. കൈലാക്കിൻ്റെ സെയിം സീറ്റ്സ് തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റുകളും ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലാണെങ്കിലും നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റുകളൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ ഡോർ പാഡ്സിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇതുപോലത്തെ ഡോർ പാഡ്സ് തന്നെയാണ് ഫോക്സ്വാഗൻ്റെ ഇപ്പോഴത്തെ ഇന്ത്യയിലുള്ള വാഹനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇവരുടെ ടെറ എന്ന് പറയുന്ന വാഹനത്തെ മാത്രം അടിസ്ഥാനമാക്കിയല്ല, നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ പോകുന്ന കൈലാക്കിൻ്റെ ഫോക്സ്വാഗൻ വേർഷൻ കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും അതിൻ്റെ അകത്ത് ഡിസൈനിൽ കൈലാക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഡിഫറൻസിയേഷൻ ഉണ്ടാകും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ കുശാക്കും അതുപോലെ ടൈഗോൺ എടുത്ത് നോക്കുമ്പോഴും ആ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട്. സ്ലാവിയ അതുപോലെ വെർട്ടസ് എടുത്താലും ആ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട്. ഈ കൈലാക്ക് ഇറക്കിയ സമയത്ത് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് പോയിൻ്റ് ആ വാഹനത്തിൻ്റെ പ്രൈസിംഗ് ആയിരുന്നു. സ്റ്റാർട്ടിങ് ഒരു ജസ്റ്റ് 7.89 lakhs തുടങ്ങിയത്. ഫോക്സ്വാഗനും ഓൾമോസ്റ്റ് ആ ഒരു സിമിലർ അപ്രോച്ച് പിടിച്ചൊരു 8 ലക്ഷത്തിനുള്ളിലൊക്കെ വണ്ടിയുടെ ബേസ് മോഡലിന് പ്രൈസ് വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതൊരു നല്ല കാര്യമായേനെ. ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് ഓക്കെ 15 lakhs 14.4 lakhs വരെയൊക്കെ പോകുന്നുണ്ട് എക്സ് ഷോറൂം. അതിപ്പോൾ ഫോക്സ്വാഗൻ്റെ വണ്ടി വരുമ്പോൾ 14.4 എക്സ് ഷോറൂം ചിലപ്പോൾ കുറച്ചുകൂടെ കൂടാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ നമ്മളങ്ങനെ ഒരു ട്രെൻഡ് കണ്ടുവരാറുണ്ട്. ഫോക്സ്വാഗൻ്റെ വണ്ടിക്ക് ഇത്തിരി വില കൂടുതലായിരിക്കും. പക്ഷേ ഈ ഒരു പ്രൈസ് പോയിന്റിൽ അവർക്ക് ഇനിയും വണ്ടി ഇറക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും പോളോയുടെ ഒരു റീപ്ലേസ്മെൻറ്റ് പോലെ എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു SUV ആയിട്ട് ഇറക്കാൻ വേണമെങ്കിൽ പറ്റും. ആ ഒരു ബഡ്ജറ്റിലുള്ള ആൾക്കാരെയും ഇവർക്ക് ഈസി ആയിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും. കാരണം ഫോക്സ്വാഗൻ ഇപ്പോൾ പോളോയ്ക്ക് ശേഷം പ്രത്യേകിച്ച് ആ ഒരു സെഗ്മെൻറ്റിൽ വണ്ടികളൊന്നും ഇറക്കുന്നില്ല. നമുക്കറിയാം ഹാച്ച് ബാക്സിൻ്റെ ഡിമാൻഡ് ഇപ്പം നന്നായിട്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പം അതിറക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു SUV ഇറക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഏതായാലും ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ക്ലീനിങ് പ്രൊഡക്ട്സോ ആക്സസറീസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഒക്കെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.